നിങ്ങൾ സ്വയം ഒരു മലയാണെന്ന് സങ്കല്പിക്കൂ. ഇമാജിൻ ദാറ്റ് യു ആർ എ മൗണ്ടൻ. എത്ര ശക്തമായ മഴയോ കാറ്റോ മഞ്ഞോ വെയിലോ ഒന്നും മലയ്ക്ക് യാതൊരു കുലുക്കവും സംഭവിക്കില്ല. എന്നതുപോലെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, കഴിഞ്ഞുപോയ ഓർമ്മകൾ, ഇനി വരാനിരിക്കുന്ന നമുക്കറിയില്ല എന്തൊക്കെയാണ് in store for us. We do not know what is the next day or next minute or the next moment itself. We do not know. We are not aware of that. അങ്ങനെ നാളുകളെക്കുറിച്ചുള്ള ഉത്കണ്ഠ, ഇതൊന്നും തന്നെ സത്യത്തിൽ യഥാർത്ഥമായി നമ്മെ ബാധിക്കുന്നില്ല. നമ്മൾ മല പോലെ, നമ്മൾ ചിലരെ പറയാറില്ലേ, ഒരു കുലുക്കവും സംഭവിക്കും, മല പോലെ ഇരിക്കുന്നുണ്ടല്ലേ. പക്ഷെ അതിൻ്റെ പോസിറ്റീവ് സെൻസിൽ നമുക്കെടുക്കാം. നെഗറ്റീവ് സെൻസിലോ മല പോലെ ഇരിക്കുന്നുണ്ടല്ലോ, ഒരു മനസാക്ഷിയില്ല. അങ്ങനെയും ആ സെൻസിലും എടുക്കാം. എന്തായാലും നമുക്ക് ഇവിടെ ശുഭകരമായിട്ടുള്ള ഒരു മനസ്ഥിതിക്ക് we imagine ourselves as a mountain. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠപ്പെട്ടു, ആകുലപ്പെട്ടു, വ്യാകുലപ്പെട്ടു, ഭയപ്പെട്ടു. സത്യത്തിൽ ഒരു 80% എങ്കിലും നമ്മൾ വറിയുന്ന പോലെ സംഭവിക്കത്തില്ല. പോസിബിലിറ്റി ലെസ്സാണ്. നമ്മൾ സങ്കല്പിച്ചു കൂട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സംഭവിച്ചേക്കാം, ഇങ്ങനെ സംഭവിച്ചേക്കാം, ഇങ്ങനെ ആയിപ്പോയാൽ എന്ത് ചെയ്യും? ഇത് നമ്മുടെ ഇമാജിനേഷൻ ആണ്. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളിലൂടെ കടന്നുപോയി. നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് വിഷമിച്ചു, വേവലാതിപ്പെട്ടു, ഉത്കണ്ഠപ്പെട്ടു, ആകുലപ്പെട്ടു, വ്യാകുലപ്പെട്ടു, ഭയപ്പെട്ടു. എന്നിട്ടും നിങ്ങളിപ്പോഴും പൂർണ്ണമാണ്. അതിനാൽ മലയുടെ ആ സ്വഭാവം നാം സ്വാംശീകരിക്കണം. അതിനാൽ നാം സ്വയം ഒരു മലയായിട്ട് കരുതിയാൽ ഇതെല്ലാം നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയും എത്തരം അനുഭവങ്ങളും അതിജീവിക്കാൻ പറ്റണം. നമ്മൾ കടന്നു പോവുക തന്നെ വേണം. ചിലപ്പോൾ നമുക്ക് ചില ആക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങൾക്കും ഒക്കെ നാം വിധേയമായേക്കാം. പക്ഷേ വിജയം എന്നോടൊപ്പം ഉണ്ട്. ഞാൻ വിജയിച്ചിരിക്കും. അങ്ങനെ വിജയിച്ചു കഴിയുമ്പോൾ ഈ അഭിപ്രായങ്ങൾ ഒപ്പീനിയൻസ് പറഞ്ഞവരൊക്കെ മാറ്റിപ്പറയും. വിദൂരമല്ല. അതാണ് ഈ മലയ്ക്ക് യാതൊരു കുലുക്കവും ഇല്ലല്ലോ. നിങ്ങൾ നോക്കൂ, എന്ത് സംഭവിക്കാണ് ഒരു മലയ്ക്ക്? ഒരു കുലുക്കവും സംഭവിക്കില്ല. അതുപോലെ ആണ് നമ്മൾ ജീവിതത്തിൽ. ഇതും കടന്നു പോകും. എന്തായാലും നിരന്തരമായിട്ടൊന്നുമില്ലല്ലോ. എന്തും മാറുക തന്നെ ചെയ്യും. മാറാതെ പറ്റില്ലല്ലോ. അത് പ്രകൃതി നിയമമാണല്ലോ, പ്രപഞ്ച സത്യമാണല്ലോ, മാറ്റങ്ങൾ അനിവാര്യമാണല്ലോ. പക്ഷേ യഥാർത്ഥമായ ഞാൻ, എന്നിലെ ആത്മാവ്, ആത്മസ്വരൂപം, ആ ചൈതന്യം, ആ ഐശ്വര്യം, എനർജി, ഇൻഫനൈറ്റ്, യാതൊരു മാറ്റത്തിനും വിധേയമാകുന്നില്ല. യാതൊരു കുലുക്കവും യഥാർത്ഥമായി എനിക്ക് സംഭവിക്കില്ല. അതാണ് എൻ്റെ. അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം സംഭവിക്കും നമ്മൾ അറിയുന്നു. എങ്ങനെയാണ്? യഥാർത്ഥമായ നമ്മിലെ നാം ഒരിക്കലും മാറുന്നില്ല. അതാണ് നാം തിരിച്ചറിയേണ്ടത്. യഥാർത്ഥമായ ഞാൻ ഈ വിളിക്കപ്പെടുന്ന പേരല്ലല്ലോ, ഈ കാണുന്ന ഞാനല്ലല്ലോ.
ഈ ശരീരം സ്വീകരിക്കുന്നതിന് മുന്നേ ഞാനുണ്ടല്ലോ. അതാണ് യഥാർത്ഥമായ ഞാൻ. അതൊരിക്കലും നശിക്കുന്നതല്ല. നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്, എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതാണ് യഥാർത്ഥമായ ഞാൻ. ഈ തിരിച്ചറിവാണ് മല പോലെ എന്ന സങ്കല്പം. അതുകൊണ്ട് പ്രതിസന്ധികൾ, വിഷയങ്ങൾ, വിഷമതകൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. അപ്പോൾ ഇന്ന് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി വളരെ കൂടുതലാണ്. നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതിയും എപ്പോഴും എവിടെയും നമുക്ക് പിരിമുറുക്കമാണ്. തീർച്ചയായിട്ടും നമുക്ക് ശുഭപ്രതീക്ഷകൾ, ശുഭാപ്തി വിശ്വാസം. അതിനെന്ത് വേണം? ആത്മാവിലുള്ള വിശ്വാസം, ആത്മവിശ്വാസം, ആത്മധൈര്യം, ആത്മാഭിമാനം. അതാണ് ഏക വഴി. അതുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലും പഴിചാരലുകളും ഒന്നും നിങ്ങൾ വകവയ്ക്കണ്ട. അതുകൊണ്ട് ആത്മാവിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, പ്രകൃതിയിലുള്ള വിശ്വാസം, പൂർണ്ണനായ ഗുരുവിലുള്ള വിശ്വാസം, അത്രയും മതി. മല പോലെ നമുക്ക് നിലകൊള്ളാം. ഒന്നും സംഭവിക്കില്ല. നമ്മളിതെല്ലാം അതിജീവിക്കും.